ആ പേരുകളൊന്നുകൂടെ പറഞ്ഞു, ഞാൻ മറന്നു. കരികാലി അല്ല, രതീഷ് ഒക്കെ നമ്മുടെ ഈ കപ്പയുടെ പേരുകൾ. കാന്താരി പടപ്പൻ, കൊച്ചിങ്ങത്തലയൻ, എന്താ തണ്ണി, പന്നിവിള, കരിയില പൊതിയൻ, നൂറൂട്ടൻ. ഇതിനൊന്നും സ്റ്റാൻഡേർഡ് പേരില്ലേ ഈ കപ്പയ്ക്കൊന്നും? സുരേഷ്, ബിജു എന്നൊക്കെ ഉള്ള പേരിട്ടായിരുന്നു പറയാൻ എളുപ്പമുണ്ട്. അത് പറ്റില്ല. ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇറങ്ങിയ അതെല്ലാം പുതിയ ഐറ്റം. കരിയിലെ പൊതിഞ്ഞത്, പന്നിവിള്ള. കപ്പ കച്ചവടമായാലോ എന്നൊരു സംശയം. കാട്ടാക്കട പരിസരത്ത് നിന്ന് പോകാനേ പറ്റുന്നില്ല. കാരണം ഇവിടെ ഒരുപാട് കഥകൾ. ഈ കാട്ടാക്കടയിലാണ് നല്ല കപ്പ കിട്ടുന്നത്. ഈ കാട്ടാക്കട നെടുമങ്ങാട് ഏരിയയിലൊക്കെ അല്ലേ? നല്ല കപ്പ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ, നല്ലവണ്ണം വേഗം. ശരി ശരി. ഇനി പ്രത്യേകിച്ച് പേരെന്തെങ്കിലും ഉണ്ടോ ഈ കപ്പയ്ക്ക്? എന്താ കാന്താരി, കൊച്ചിങ്ങ തലയൻ, കാന്താരി പടപ്പൻ, ഇതൊക്കെയാണ് കപ്പയുടെ പേര് അല്ലേ? നമ്മള് കപ്പ കച്ചവടം ചെയ്താൽ പോരല്ലോ, കപ്പയ്ക്ക് പേരും വേണ്ടേ? കൊച്ചിങ്ങ തലയൻ, കരിയില പൊതിയൻ. ഇത് ഏത് ഐറ്റമാണ്? നൂറൂട്ടൻ. അങ്ങനെ ഉണ്ടല്ലേ? നല്ല വെളുത്ത കപ്പ. എത്ര രൂപ ഉണ്ട് കിലോയ്ക്ക്? 35. നമ്മൾ വേറെ അടുത്ത് പോയപ്പോ 40 എന്ന് പറഞ്ഞവര്. നമ്മൾ ഇത് സ്വന്തം പറമ്പിൽ നിന്നുള്ള കപ്പയാണോ? വാങ്ങിച്ചു കൊണ്ടുവന്നു, മതിച്ച് വാങ്ങിച്ച് അതിന് ജോലിക്കാർ വെച്ച് പിഴുത് അതിന് ഇവിടെ കൊണ്ടിട്ട്. ശരി. 1.5 കിലോ 50 രൂപ അല്ലേ? ഈ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ശക്തമായിട്ട് എടുത്ത് മാറ്റണമെന്ന് പറയാനുണ്ട്. അപ്പോൾ അവർ കവർ കൊണ്ടുവരും. കാരണം ഇനിയിപ്പോൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ ശക്തമായിട്ട് മാറ്റണമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ മുതൽ. അപ്പോൾ അതുകൊണ്ട് ഇനി അത് നോക്കണം. അപ്പോൾ 1.5 കിലോ 100 രൂപ അല്ല 50 രൂപ. എപ്പോൾ എത്ര മണി മുതൽ എത്ര മണി വരെ? രാവിലെ എപ്പോൾ തുടങ്ങും? 1:30 മണി വരെ ഉണ്ട്. ചൂട് കപ്പ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ചൂടാവുള്ളൂ. അപ്പോൾ നമുക്ക് ചൂട് കപ്പ ഇന്നിപ്പോൾ എത്ര വേണമെന്നാണല്ലേ? ഇത് എവിടെ നിന്ന് വരുന്നു ഈ കപ്പയൊക്കെ? എവിടുത്തെ? അവിടെ നിന്ന് തന്നെ അവർ കൊണ്ടുവരും അല്ലേ? അങ്ങനെ എടുത്ത് കമ്പിന് വില പറയും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എത്ര ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാനൊന്നും പറ്റത്തില്ല. കൊണ്ടെങ്കിൽ ഉണ്ട്. ആ ലെവല് മറ്റെടുത്തും കാണും. എലിയൊന്നും കൊണ്ടുപോകത്തില്ല. എലി വരും. പിന്നെ ഈ വെള്ളക്കെട്ടുള്ള വയലാണെങ്കിൽ അഴിവല് എത്രയും കിട്ടത്തില്ല. ഇത് എന്നിട്ട് ഓരോന്ന് നമ്മുടെ ആവശ്യത്തിന് ഡെയിലി പോയി പറിക്കത്തേ ഉള്ളൂ. നമുക്ക് 5000 രൂപയ്ക്ക് ചിലവാകുന്നുണ്ടെങ്കിൽ അത് കണക്കിനുള്ള മനുഷ്യനെ പറിച്ചുകൊണ്ട് അതാണ് പരിപാടി അല്ലേ? എത്ര വർഷമായിട്ട് പരിപാടി കപ്പ കച്ചവടം? 15 വർഷമായിട്ട് കപ്പ കച്ചവടം ചെയ്യുന്ന എന്ത് പേരുന്നു? ഉഷ. PT ഉഷ കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ആള് ഉഷ ഇത് തന്നെയാണ് കപ്പ കച്ചവടത്തിൽ ഫേമസ് ആയിട്ട്. 15 വർഷമായിട്ട് കപ്പ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉഷയാണ്. കാട്ടാക്കട എന്ന് ഇത് നെയ്യാറ്റിൻകര റോഡ് അല്ലേ? ബാലരാമപുരം നെയ്യാറ്റിൻകര റോഡിൽ എന്തായാലും ഫേമസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഞങ്ങൾ ഇന്ന് സമയം കൊണ്ട് തന്നെ സംസാരിക്കാൻ സമയമില്ലാതെ ആളുകൾ വന്ന് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പരിചയമുള്ളവരാണ്. സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതാണല്ലേ? ഇവിടെ നിന്ന് കപ്പയൊക്കെ വാങ്ങിക്കുന്നതാണ്. നല്ല തന്നെ. ഒരു ദിവസം പോലും മഴക്കിടേണ്ടി വന്നിട്ടില്ലല്ലേ? അല്ല ഞാൻ ചോദിച്ചത് ഒരു ദിവസം പോലും മഴക്കിടേണ്ടി വന്നിട്ടില്ലല്ലോ? വഴക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിലും നമ്മൾ ഈ മുഖത്ത് നോക്കി എങ്ങനെ വഴക്കും അല്ലേ? മക്കള് പഠിക്കാണോ? മോൻ? എന്നാലും നമ്മൾ നമ്മുടെ ജോലിക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോഴും ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ല അങ്ങനെ അധ്വാനിക്കുന്നതിനെ കാണുമ്പോൾ നമുക്കൊരു സ്നേഹവും മഹത്വം ഒക്കെയാണ്. ഇവിടെ അത് കളാം. അതിനുശേഷം നമ്മൾ സ്വന്തമായിട്ട് ഈ കപ്പ കൃഷി തിരഞ്ഞെടുക്കാൻ കാര്യം എന്താ? കപ്പയോട് പണ്ടേ പോലെ ഇഷ്ടമാണ്?
അല്ല വേറെ ഒരു ജോലി അറിഞ്ഞില്ല. ഒരു ചെറിയ കച്ചവടം, വലിയ റിസ്ക് ഇല്ലാത്തൊരു കച്ചവടം. ഇത് ഇടയ്ക്ക് എടുത്ത് പുറത്ത് ഇതൊക്കെ ചിപ്സൊക്കെ ആക്കാറുണ്ടോ? നമ്മള് ചെയ്യില്ല, വേറെ ഉള്ളവർ വന്നെടുക്കും. അതിനു വേണ്ടി അവർ വന്ന് വാങ്ങിക്കും. വലിയ സൈസ് അവർക്ക് വേണ്ടിയിട്ടുള്ളത്. ഇത് വീട്ടിൽ കറി വയ്ക്കാനുള്ളവർക്ക്. ഇത് വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കും. ഓ ശരി. അപ്പോൾ അതിന് കച്ചവടങ്ങൾ നടക്കട്ടെ. എതണ്ടേ കപ്പയുമായിട്ട് ബന്ധപ്പെട്ട് ആ പേരുകളൊന്നുകൂടെ പറഞ്ഞു, ഞാൻ മറന്നു. കരികാലി അല്ല, രതീഷൊക്കെ നമ്മുടെ ഈ കപ്പയുടെ പേരുകൾ. കാന്താരി പടപ്പൻ, കൊച്ചിങ്ങത്തലയൻ, എന്താ തണ്ണി, പന്നിവിള, കരിയില പൊതിയൻ, നൂറൂട്ടൻ. ഇതിനൊന്നും സ്റ്റാൻഡേർഡ് പേരില്ലേ ഈ കപ്പയ്ക്കൊന്നും? ഡീസന്റ് സുരേഷ്, ബിജു എന്നൊക്കെ ഉള്ള പേരിട്ടായിരുന്നു പറയാൻ എളുപ്പമുണ്ട്. അത് പറ്റൂല. ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇറങ്ങിയ അതെല്ലാം പുതിയ ഐറ്റം. കരിയിലെ പൊതിയൻ, കരിയിലെ പൊതിഞ്ഞത്, പന്നിവെള്ള. അല്ല നമ്മളൊക്കെ ഇവിടെ കാണിക്കുന്നത് ഇതുമായിട്ട് എന്താണ് ബന്ധം? നിങ്ങളെ എടുത്തോണ്ട് പോകും. ശരി. പച്ചക്കറി വേസ്റ്റ് എടുക്കും ഇവിടുന്ന്, കപ്പയുടെ ശരി. അതിനുവേണ്ടി നിൽക്കുകയാണ് കച്ചവടം കഴിഞ്ഞ് ബാക്കിയുള്ള കപ്പ എടുക്കാൻ. അങ്ങനെ തന്നെ ഉദ്ദേശം തന്നെ, അതോ വേറെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ? അല്ല, എന്തോ ഒരു ചെറിയ ദുരുദ്ദേശം മണക്കുന്നുണ്ട്. എനിക്ക് ഇനി ഇത്തിരി വെള്ളം മാറ്റി കുടിക്കുക. അതാണ് ഞാൻ പോയിന്റ് പിടിയിട്ട് അതാണ്. ശല്യമൊന്നുമില്ലല്ലോ ഇവിടെ? ഇല്ല, നമുക്കൊരു തുണയായിട്ട് ഇവിടെ പരിസരത്തുണ്ട്. സഹായമായിട്ട് നല്ല ആളുകളാണ്. അതായിട്ട് അപ്പോൾ എന്തായാലും 8 വർഷമായിട്ട്. അതെ 8 വർഷമായിട്ട് ഇവിടെ. കൊടയൊക്കെ സ്വന്തം തന്നെയല്ലോ. ഇതൊക്കെ ഇവിടെ തന്നെ ഇരിക്കുമോ അതോ കൊണ്ടുപോകും? അല്ലെ രാത്രി ആരെങ്കിലും അടിച്ചോണ്ട് പോലും? അപ്പോൾ നന്നായിരിക്കട്ടെ, കച്ചവടം നടക്കട്ടെ. താങ്ക് യു. അപ്പോൾ നമുക്കിങ്ങനെ ഇവരുടെ ഇതുപോലുള്ള ഒരു സന്തോഷങ്ങളും കണ്ട്, കച്ചവടം കണ്ടു, അധ്വാനമൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. വെള്ളം കൂടിയൊക്കെ കുറയും കേട്ടോ. പിന്നെ സർക്കാരിന് അധികം കാശൊന്നും ലാഭം ഉണ്ടാക്കി കൊടുക്കണ്ട. അല്ല, സർക്കാരിന് അധികം ലാഭം ഉണ്ടാക്കണ്ട, അവരെങ്ങനെയും കാശ് ഉണ്ടായിക്കോളും. നമ്മള് കരളൊക്കെ വാടി പോകും. അപ്പൊ ശരി, കാണാം. ഓക്കെ.